കേരളത്തിൽ പുതുതായി വിദ്യാലയ പ്രവേശനം നേടിയ 3,14,000 വിദ്യാർത്ഥിനികളാണ്. അവരുടെ പ്രതിനിധികളായി നമ്മുടെ ഈ പട്ടം ഗേൾസ് സ്കൂളിൽ പ്രവേശനം നേടിയ പ്രിയപ്പെട്ട കുരുന്നുകളായ പ്രിയപ്പെട്ട കുട്ടികളെ വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് കടന്നു വന്ന മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ഈ സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, രക്ഷകർത്താക്കളെ, മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരെ, വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ, സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലേക്ക് കുട്ടികൾ മാത്രമല്ല, അവരുടെ കൂടെ രക്ഷകർത്താക്കളും മറ്റ് ജനപ്രതിനിധികളും സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ളവരൊക്കെ സ്കൂളുകളിലേക്ക് വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്യാനും ഒരു പുതിയ അധ്യയന വർഷത്തിൽ അവർക്ക് പിന്തുണയും സഹായവും അഭിവാദ്യങ്ങളും അർപ്പിക്കാനാണ് സമൂഹം സ്കൂളുകളിലേക്ക് ഇന്ന് കടന്നു വരുന്നത്. അധ്യയന വർഷത്തിൻ്റെ ആരംഭം വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ നിർവഹിക്കപ്പെടണമെന്ന്, എല്ലാം പൂർത്തീകരിച്ച് നടത്തണമെന്ന് പുതിയ സർക്കാരിനും ഏറെ ആഗ്രഹമുണ്ടായി. ഇന്നേ ദിവസത്തേക്ക് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 2 ആഴ്ചയാണ് പൂർത്തിയാവുന്നത്. ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടും അതേ കാലയളവ് തന്നെയാണ്. പക്ഷേ ഓരോ ദിവസവും വിദ്യാഭ്യാസ വകുപ്പിലെ ഈ പറഞ്ഞ നേതൃത്വത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് വലിയ പരിശ്രമങ്ങൾ നടത്തി എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. സ്കൂളുകളിലൊക്കെ ഇന്ന് നല്ല സൗഹൃദപൂർണമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക പുരോഗതി അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് കേവലം നമ്മുടെ നാട്ടിലെ കുട്ടികളുമായി മാത്രമല്ല. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഇനി നാളെ ഭാവിയിൽ ഒരു ജോലിക്കോ ഉപരിപഠനത്തിനോ നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് ലോകത്തുള്ള കുട്ടികളോടാണ്. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. പല അവസരങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, വിദ്യാഭ്യാസ രംഗം വളരെ പ്രാപ്തമാകണം, ശാക്തീകരിക്കപ്പെടണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം, കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങളൊക്കെ അക്കാദമിക സമൂഹവുമായി വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ഇന്ന് കടന്നു വന്ന നമ്മുടെ കുട്ടികൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് ഇന്ന് പ്രവേശനം നേടിയ ആദ്യമായി സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു. വളരെ 1-2 കുട്ടികൾക്ക് മാത്രമേ അമ്മയെ വിട്ടു നിന്നതിൻ്റെ ഒരു പ്രയാസം കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടായൊരു മാറ്റമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയാക്കും രക്ഷിതാവിൻ്റെ കൂടെ തന്നെ കരഞ്ഞുകൊണ്ട് കുട്ടി തിരിച്ചോടും. വല്ലാത്ത ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. വർഷങ്ങളായി അതിനൊക്കെ പടിപടിയായി മാറ്റം വന്നു. ഇന്ന് നമ്മുടെ മക്കൾ വളരെയേറെ പ്രാപ്തിയുള്ളവരാണ്. ചെറിയ കുട്ടികൾ പോലും സ്വന്തം വന്ന് പരിചയപ്പെടാനും, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കുട്ടികൾ വന്ന് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വളരെ സന്തോഷത്തോടു കൂടി അനുവാദവും കൊടുക്കുന്നു. എല്ലാവരും കുട്ടികൾ സെൽഫി എടുത്ത് താങ്ക്സ് പറഞ്ഞ് കടന്നു പോകുന്നു. ചെറിയ മക്കളാണ്. അപ്പം അതൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്ന അവരുടെ വ്യക്തിത്വത്തിൽ വന്ന ഒരു മാറ്റമാണ്. നല്ല നിർഭയത്വത്തോടുകൂടി സഭാകമ്പമില്ലാതെ ഇപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവരെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. സമയപരിമിതി മൂലം ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ആദ്യമായി വിദ്യാലയ പ്രവേശനം നേടിയ ഈ 3,14,000 മക്കൾ, 3,14,000 കുട്ടികൾ നാളത്തെ നമ്മുടെ നാടിൻ്റെ ഭാവി ഭാഗതയെ നിർണയിക്കേണ്ടവരാണ്. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ ആ പൂവ് മനോഹരമായി വിടരും. അപ്പം ഈ പൂക്കളെ, ഈ കുട്ടികളെ, ഇത് ഞങ്ങൾ ഇവിടെ ഇപ്പൊ പങ്കെടുത്ത ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ദൃശ്യങ്ങളിലൂടെ കാണുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ പൂക്കളായി കണ്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വിടർന്ന് മണം പരത്തി സുഗന്ധം പരത്തി പരില്ലസിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കണം. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് ഏറ്റവും നല്ല നിക്ഷേപം. അത് തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകും. നമ്മളൊരു റോഡ് പണിതാൽ, ഒരു കെട്ടിടമുണ്ടാക്കിയാൽ, ഒരു പാലം പണിതാൽ അതിന് നിശ്ചിതമായ കാലാവധിയുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഗുണം തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകുകയാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ, അധ്യാപകനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ പാഠ്യപദ്ധതികൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വരുന്ന ഈ ഓരോ കുട്ടിയും ക്ലാസ് റൂമുകളിലൂടെ പഠിക്കുന്നത് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ആർദ്രതയും, അങ്ങനെ പങ്കുവെപ്പിന്റെ ഒരു ചൈതന്യമാണ് അവർ മനസ്സിലാക്കുന്നത്. സ്വന്തം വീട്ടിൽ തനിക്ക് മാത്രമായുണ്ടായിരുന്ന കളിപ്പാട്ടം അത് ആ കുട്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഇവിടെ കളിക്കാനുള്ള ഉപകരണം എനിക്കൊരു സമയത്ത് അനുവദനീയമാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാർക്കും ഇതിൽ അവകാശമുണ്ട്, ഇത് അവർക്കും പങ്കുവെക്കണം എന്ന ബോധ്യമാണ് നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി നല്ല പ്രതിഭകളായി നമുക്ക് അവരെ വളർത്താൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി നല്ല പ്രതിഭകളായി വളർത്താൻ ആ പൂക്കൾ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കുഞ്ഞുങ്ങളെ ഉപമിച്ചത്. ശരിയാണ്. ആ പൂക്കളെ നല്ലപോലെ പരിപാലിക്കാൻ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കഴിയട്ടെ. ഇന്ന് സ്കൂളിലേക്ക് പോയ എല്ലാ കുട്ടികൾക്കും, ആദ്യമായി പോകുന്നവർക്കും അല്ലാതെ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.